ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 34 അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് നീ കൽപ്പിക്കേണ്ടതെന്തെന്നാൽ, നിങ്ങൾ കനാൻ ദേശത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി വരുവാനിരിക്കുന്ന ദേശത്തിൻ്റെ അതിർ ഇങ്ങനെയായിരിക്കണം. തെക്കേ ഭാഗം സീൻ മരുഭൂമി തുടങ്ങി ഏദോമിൻ്റെ വലത്തുകൂടിയായിരിക്കണം. നിങ്ങളുടെ തെക്കേ അതിർ കിഴക്ക് ഉപ്പുകടലിൻ്റെ അറ്റം തുടങ്ങി ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ അതിർ അക്രബീം കയറ്റത്തിന് തെക്കോട്ട് തിരിഞ്ഞ് സീനിലേക്ക് കടന്ന് കാദേശ് ബർണിയുടെ തെക്ക് അവസാനിക്കണം. ഞാൻ അവിടം കൊണ്ട് വായന നിർത്തുകയാണ്. കാരണം ഒരു ദേശത്തിൻ്റെ മാപ്പ് വാക്കുകളിലൂടെ വിവരിച്ച് കാണിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ നിങ്ങളെ കാണിക്കുവാൻ ദൃശ്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് വായിച്ച് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കുവാൻ ഞാൻ ശ്രമിക്കാത്തത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ ഒരു മാപ്പുണ്ടെങ്കിൽ ആ മാപ്പിൽ നോക്കിയിട്ട് ഇവിടെ പറയുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഇത് ഒരു ജോഗ്രഫി ക്ലാസ് പോലെ നിങ്ങൾക്ക് തോന്നും. ശരിയാണ്, ഇത് ഭൂമിശാസ്ത്രപരമായ ഒരു ഭാഗമാണ്. 34 അധ്യായത്തിൻ്റെ ആദ്യത്തെ പകുതി. ഇസ്രയേൽ മക്കൾ അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത നാട്ടിലെത്തുമ്പോൾ ആ നാടിൻ്റെ അതിരുകൾ എന്തായിരിക്കണം എന്ന് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മോശയിലൂടെ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നു. നിങ്ങളൊരു കാര്യം ആലോചിക്കുക. മാപ്പ് അല്ലെങ്കിൽ ഭൂമിയുടെ ചിത്രം, അത് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ മാപ്പിൽ പോയി ഏതെങ്കിലും ഒരു സ്ഥലം അടിച്ചു നോക്കിയാൽ ആ സ്ഥലത്തിൻ്റെ മാപ്പ് വ്യക്തമായി കാണാം. മാപ്പായിട്ട് കാണാം, റോഡുകളായിട്ട് കാണാം. ഇനി അത് ടെറൈൻ, അതായത് മലകളും താഴ്വരകളുമുള്ള വ്യക്തമായ ചിത്രങ്ങളായിട്ടും കാണാം. ഇതൊക്കെ സാധിക്കുന്നത് സാറ്റലൈറ്റുകളുടെ ഉപയോഗം കൊണ്ടാണ്. സാറ്റലൈറ്റുകൾ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ ചിത്രമെടുത്ത് അയക്കുന്നു. അതുപയോഗിച്ചാണ് നമുക്കിന്ന് മാപ്പുകൾ ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അതിരുകൾ 3500-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഈ മാപ്പിനെ കുറിച്ച് കേൾക്കുന്ന ആളുകൾ ഒരിക്കലും ആ സ്ഥലത്ത് പോയിട്ടുമില്ല. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ആ മാപ്പിലേക്കൊന്ന് നോക്കുക. കൂടാതെ 34 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതിരുകൾ നോക്കുക. ഇതിൽ തെക്ക് ഭാഗത്ത്, ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗത്ത് മരുഭൂമിയാണ് പറഞ്ഞിരിക്കുന്നത്. മരുഭൂമി കഴിഞ്ഞാൽ പിന്നെ അവിടെ സൂയസ് കനാൽ വരുന്ന ചെങ്കടലും അതുപോലെ അതിനുശേഷം ഈജിപ്റ്റ് അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ദേശങ്ങളുമാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് മെഡിറ്ററേനിയൻ സമുദ്രം, അവിടെ അതിർത്തി വളരെ എളുപ്പമാണ്. പടിഞ്ഞാറ് ഭാഗം കടലാണ്. തെക്ക് ഭാഗം ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി വടക്ക് ഭാഗത്ത് ഹോർ പർവ്വതം. ആ പർവ്വതത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് കുറച്ചുകൂടി പോയി അവിടെ ചില സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കിഴക്ക് ഭാഗത്തെ അതിര് പറയുകയാണ്. കിഴക്ക് ഭാഗത്തെ അതിര് പറയുമ്പോൾ അതിൽ യോർദാൻ നദിയുണ്ട്. പിന്നെ ഉപ്പുകടൽ എന്ന് പറയുന്നു, അത് ചാവുകടലാണ്, ഡെഡ് സീ. അപ്പോൾ ചാവുകടൽ, യോർദാൻ നദി, ഹോർ പർവ്വതം വടക്കാണ്. കിഴക്ക് ഭാഗത്ത് യോർദാൻ നദിയും ഉപ്പുകടലും ആണ്. തെക്ക് ഭാഗത്ത് മരുഭൂമി, പടിഞ്ഞാറ് ഭാഗത്ത് കടൽ. ഇനി നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇസ്രായേലിൻ്റെ മാപ്പ് ഗൂഗിൾ മാപ്പിലൊന്ന് പരിശോധിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സ്ഥലങ്ങൾ കൃത്യമാണ്. സ്ഥലങ്ങളുടെ പേരുകൾക്ക് വ്യത്യാസമുണ്ടാകും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാൻ സ്ഥലങ്ങളുടെ പേരുകൾക്ക് പകരം മരുഭൂമി, കടൽ, പർവ്വതം, യോർദാൻ നദി, ഉപ്പുകടൽ അല്ലെങ്കിൽ ഡെഡ് സീ, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് ഒരിക്കലും മാറുകയില്ലല്ലോ. പർവ്വതം മാറുകയില്ല, കടൽ മാറുകയില്ല, മരുഭൂമി മാറുകയില്ല, നദി മാറുകയില്ല, ഉപ്പുകടലും മാറില്ല. ഈ അതിർത്തികൾ കൃത്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പലരും ബൈബിളിനെ കുറിച്ച് പറയുന്നത് ഇതൊരു പഴയ പുസ്തകമാണ്, ഇതിന് ഇപ്പോഴത്തെ കാലത്ത് ഒരു വിലയുമില്ല.
ഇപ്പോൾ ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇപ്പോഴത്തെ കാലത്തിന് വേണ്ടി എഴുതിയതല്ല. അതിനവർ പറയുന്ന ന്യായം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സത്യമല്ലെന്നാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. പക്ഷേ ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുക്കുവാൻ പോകുന്ന ദേശത്തിൻ്റെ അതിർത്തി പറഞ്ഞിരിക്കുന്നത് കൃത്യമാണ്. അതിന്നും അവിടെയുണ്ട്. ഹോർ പർവ്വതം അവിടെയുണ്ട്, യോർദാൻ നദി അവിടെയുണ്ട്, ചാവുകടൽ അവിടെയുണ്ട്, മെഡിറ്ററേനിയൻ സീ അവിടെയുണ്ട്, ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗത്തുള്ള മരുഭൂമിയും അവിടെയുണ്ട്. ഇത് വളരെ നിസ്സാരമായി ചില ആളുകൾ കണക്കാക്കും. ഞാനത് എടുത്തു പറയാൻ കാരണം മറ്റ് പല പുരാതന ഗ്രന്ഥങ്ങളിലും, പലരും അവകാശപ്പെടുന്ന പുരാതന ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്ന പല സ്ഥലങ്ങൾക്കും ഇപ്പോഴുള്ള ഭൂമിശാസ്ത്രപരമായ യാതൊരു തെളിവുകളുമില്ല. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ, അവയുടെ അതിരുകൾ, അതൊക്കെ ഇന്നും എത്ര കൃത്യമാണ് എന്ന് നമ്മൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി ദൈവം ഇവർക്ക് കൊടുത്തിരിക്കുന്ന 9 ഗോത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ അതിർത്തിയാണ് നമ്മൾ കണ്ടത്. ഈ സ്ഥലങ്ങൾ 9 ഗോത്രങ്ങൾക്ക് ആർക്കെങ്കിലും പോയി എവിടെയെങ്കിലും താമസിക്കാം എന്നല്ല ദൈവം പറഞ്ഞത്. അതിർത്തി ദൈവം വെച്ചു. എന്നിട്ട് ഈ അതിർത്തിക്കുള്ളിലുള്ള സ്ഥലങ്ങൾ 9 ഗോത്രങ്ങൾക്ക് അവകാശമായി കൊടുക്കണം, പങ്കിട്ട് കൊടുക്കണം. ഈ പങ്കിട്ട് കൊടുക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട സ്ഥലം എടുക്കുക എന്നല്ല, മറിച്ച് ചീട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ദൈവമാണ് ഈ സ്ഥലം കൊടുത്തത്. ഈ സ്ഥലത്തിനുള്ളിൽ ആരൊക്കെ എവിടെ താമസിക്കണമെന്ന കാര്യവും ദൈവം തന്നെയാണ് തീരുമാനിക്കുന്നത്. ആരും ഇത് ചോദിച്ചു വാങ്ങിയതല്ല, ദൈവം അവർക്ക് കൊടുത്തതാണ്. എന്നാൽ ദൈവം അവർക്ക് കൊടുത്ത ഈ ദേശത്തെ നോക്കിയിട്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അപ്പോൾ ഇവർ പോയി കണ്ട് തീരുമാനിച്ച് എടുത്ത സ്ഥലമല്ല, ദൈവം അവർക്ക് അവർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കൊടുത്ത സ്ഥലം അത് മനോഹര ദേശമായിരുന്നു. മാത്രമല്ല ഈ സ്ഥലം വീതിച്ച് കൊടുക്കേണ്ട ആളുകളെക്കുറിച്ചും ദൈവം പറയുന്നുണ്ട്. നേതാക്കളെ തിരഞ്ഞെടുത്തു, അവരാണ് ഈ സ്ഥലം അവർക്ക് കൊടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇസ്രായേൽ മക്കൾ ഏതാണ്ട് 20 ലക്ഷം ആളുകളാണ് ഈ ദേശം കൈവശമാക്കുവാൻ പോയത്. ഇന്ന് ഇസ്രായേലിൽ ഏതാണ്ട് 1 കോടി ആളുകളുണ്ട്. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ നമ്മുടെ കേരളത്തിൻ്റെ 1/2 വലുപ്പമേ ഉള്ളൂ. കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണ് താമസിക്കുന്നത്. അതിൻ്റെ 1/2 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3 കോടിയിൽ താഴെ വരില്ലേ വരുമുള്ളൂ. അത്രയും സ്ഥലത്ത് വെറും 20 ലക്ഷം പേരാണ് താമസിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവം അവർക്ക് വളരെയധികം സ്ഥലം കൊടുത്തിരുന്നു. ദൈവം വാഗ്ദത്തം ചെയ്തതെല്ലാം അവർക്ക് നൽകി. 34-ാം അധ്യായം അവർ അവിടെ എത്തുന്നതിന് മുമ്പ് മോശയിലൂടെ ദൈവം അവരോട് പറഞ്ഞതാണ് എന്നുകൂടി ഓർക്കണം. ദൈവം നമുക്ക് ഏറ്റവും നല്ലതാണ് തരുന്നത്. രൂബന്യരെ പോലെയും ഗാദ്യരെ പോലെയും നമ്മൾ അത്യാഗ്രഹം കാണിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് നൽകുന്ന സ്ഥലത്തെ നോക്കി അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.